കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും മോനെ വാടാ. നന്നായി പ്രാർത്ഥിച്ചില്ലേ മോനെ? 7 ദിവസം മുടങ്ങാതെ ഈ വഴിപാട് നടത്തിയ നിന്റെ വിവാഹ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടൂന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഈ വഴിപാടിലൂടെ അമ്മയുടെ മനസ്സ് ദൈവം മാറ്റുകയാണെങ്കിൽ എന്റെ വിവാഹം നടക്കും. എന്റെ മനസ്സ് മാറ്റിയാലോ? അല്ലാതെ പിന്നെ ഇപ്പോഴത്തെ പെൺകുട്ടികളോട് പണ്ട് കാലത്തെ ഡിമാൻഡൊക്കെ പറഞ്ഞ ആരെങ്കിലും കല്യാണത്തിന് സമ്മതിക്കുമോ അമ്മേ? നടക്ക്. അവരിങ്ങോട്ട് വെക്കുന്ന ഡിമാൻഡ് നമ്മൾ അംഗീകരിച്ചാലേ ഇന്നത്തെ കാലത്ത് കല്യാണം കഴിക്കാൻ പെണ്ണിനെ കിട്ടുള്ളൂ. നമുക്ക് നോക്കാം. എന്റെ ഡിമാൻഡുകൾ അംഗീകരിക്കുന്ന ഏതെങ്കിലും ഒരു തറവാട്ടി പിറന്ന പെണ്ണ് എവിടെങ്കിലും ഉണ്ടാവാതിരിക്കില്ല. നീ വാ, 3 തവണ പ്രദക്ഷിണം വെക്കണം. എന്നാലേ വഴിപാടിന് ഫലം ഉണ്ടാവൂ. ഇതിന്റെ പേരാണ് വഴിപാട് ശിക്ഷ. ദൈവത്തെ കളിയാക്കാതെ പ്രാർത്ഥിക്കടാ. ഭഗവാനെ രക്ഷിക്കണേ, കല്യാണം കഴിപ്പിക്കണേ. ആന്റിയും ഞാനും കൂടി നടന്നു വരുമ്പോ എല്ലാവരും നമ്മളെ തന്നെ ശ്രദ്ധിക്കേ. ഇന്ദ്രനും കൂടെ നമ്മുടെ കൂടെ വരേണ്ടതായിരുന്നു. അതിനൊക്കെ ഒരു സമയമില്ലേ ഹർഷേ? മെല്ലെ തിന്നാ മുള്ളും തിന്നാന്നല്ലേ ചൊല്ല്. ഓ, ഞാൻ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ ആന്റി. വാ. അമ്മേ, അതവരല്ലേ? ഇന്ദുവിന് ആദ്യം കല്യാണം കഴിക്കാൻ തീരുമാനിച്ച പയ്യന്റെ അമ്മ. അതെ അതെ, ആ ഭദ്രകാളി തന്നെ. കൂടെ ഉള്ളോളെ അന്ന് കണ്ടല്ലോ. ആഹാ, ആരിത്? മന്ദാകിനി കൊച്ചമ്മയോ? എന്താണാവോ ഇവിടെ? അമ്പലത്തിൽ എന്തിനാ എല്ലാരും വരുന്നത്? മണ്ണും ചാരി നിന്നും പെണ്ണിനെയും കൊണ്ട് പോയിട്ടും സുശീലയുടെ അഹങ്കാരത്തിന് കുറവൊന്നും വന്നില്ലല്ലേ? ഈ അഹങ്കാരം വെച്ചുകെട്ടലല്ല മന്ദാകിനി, രക്തത്തിലുള്ളതാ. ഓ, ആണോ? അതുകൊണ്ടായിരിക്കും മകന് വേണ്ടി കണ്ടെത്തിയ പെണ്ണിന്റെ കഴുത്തില് വേറൊരു ഡോക്ടർ താലി കെട്ടുന്നത് കണ്ടപ്പോ സുശീലയ്ക്ക് തല കുനിച്ച് ഇറങ്ങി പോവേണ്ടി വന്നത് അല്ലേ? അന്ന് നിന്റെ മകൻ ഇന്ദുവിന് പകരം കെട്ടിയ മരുമോള് ഇപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? അല്ല, എന്തു പറ്റി ഇന്ദു? ഇത്രയും ദിവസമായിട്ടും രാഹുൽ നിന്നെ വിളിക്കാൻ വന്നില്ലെങ്കിൽ അതിലിപ്പോ എന്തെങ്കിലും കാരണം കാണുമല്ലോ. മതി, എനിക്കിത്ര അറിഞ്ഞാൽ മതി. മതി അമ്മേ, സുശീലാന്റിക്ക് കൊടുക്കാനുള്ളത് കൊടുത്തല്ലോ. ഇനി നമുക്ക് പോവാം. മന്ദാകിനി കൊച്ചമ്മ, മോന് വന്ന് അവിടെ നിന്നേ. അന്ന് മണ്ണും ചാരി നിന്നവനെ കൊണ്ടുപോയ പെണ്ണ് ഇപ്പൊ എവിടെയാന്ന് അന്വേഷിച്ചോ മന്ദാകിനി കൊച്ചമ്മ? അതെന്ത് അന്വേഷിക്കാനാ? ഇന്ദുമോള് സച്ചിയുടെ വീട്ടില് സുഖമായിട്ട് ഇരിപ്പുണ്ട്. ഞങ്ങളിപ്പോ അവിടെ നിന്നല്ലേ വരുന്നത്. അല്ല, കല്യാണം കഴിച്ച സച്ചിയുടെ മോള് സച്ചിയുടെ വീട്ടിലാണോ മന്ദാകിനി കൊച്ചമ്മ ഇരിക്കേണ്ടത്? താലി കെട്ടിക്കൊണ്ടുപോയ ഡോക്ടറുടെ വീട്ടിലല്ലേ? അല്ല, മണ്ണും ചാരി നിന്നവനൊക്കെ പെണ്ണിനെ കെട്ടിച്ചു കൊടുത്താ ഇങ്ങനെയാ കൊച്ചമ്മേ.
4-ാം നാള് പെണ്ണ് വീട്ടിൽ വന്ന് നിൽക്കും. ഇന്ദുമോള് ഭർത്താവുമായിട്ട് പിണങ്ങി വന്നിരിക്കുന്നു എന്നാണോ നിന്റെ വിചാരം? ഹ, പിണങ്ങി വന്നതല്ല, പിരിഞ്ഞു വന്നതാ. രാഹുലും ഇന്ദുവും തമ്മിലെ കല്യാണം കഴിഞ്ഞതിന്റെ 3-ാം നാള് തന്നെ തെറ്റിപ്പിരിഞ്ഞു. അന്നു മുതലേ ഇന്ദു അവളുടെ വീട്ടിലുണ്ട്. ആന്റി വെറുതെ ഇല്ലാത്ത പറയരുത്. ഇന്ദു അവളുടെ ഭർത്താവും തമ്മിലേ ഒരു പ്രശ്നവുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിലേ ആന്റി അങ്കിളും അത് ഞങ്ങളോട് പറയും. ഇതൊന്നും ആരും ആരോടും തുറന്നു പറയില്ല, നാണക്കേടല്ലേ. സുശീല ആന്റി പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസമായില്ലെങ്കിൽ നേരിട്ട് പോയി അന്വേഷിക്കേ, അപ്പൊ സത്യം അറിയാലോ. അതെ, പിന്നെ എന്റെ മകൻ സത്യനും അവന്റെ ഭാര്യയും എന്റെ വീട്ടിൽ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ആ വിവരം കൂടി അവിടെ ചെന്നൊന്ന് ധരിപ്പിച്ചേക്കേ. ചെല്ല് വാർഷേ. അവര് പറഞ്ഞതൊക്കെ സത്യമായിരിക്കും അമ്മേ? അമ്മ വാന്നേ, നമുക്ക് പോയി ചോദിക്കാം. അങ്ങനെ എടുത്തു ചാടി ചോദിക്കുക ഒന്നും വേണ്ട മഹേഷേ. ഇന്ദുവിനെ അന്ന് അവിടെ കണ്ടപ്പോ എനിക്കും എന്തോ ഒരു പന്തികേട് തോന്നി. അപ്പൊ അവരുടെ കുടുംബ പ്രശ്നം ഇനി നമ്മളെ അറിയിക്കാത്തതാണോ? അങ്ങനെയാണെങ്കിൽ സുശീല പറഞ്ഞത് സത്യമായിരിക്കും. ആ നീ വാട മോനെ, നമ്മുടെ ഈ വരവ് വെറുതെ ആവില്ലടാ. നീ അമ്മയുടെ കൂടെ നിന്നാ മാത്രം മതി. വാ, ഇനി 2 റൗണ്ട് കൂടി ഉണ്ട്. ആ രാവിലെ നല്ല പണിയാണല്ലോ സാവിത്രി. ഇവിടെ ജോലിക്കാരെയൊന്നും വെച്ചിട്ടില്ലേ? ഇല്ല ചേച്ചി. അല്ല, വഴിപാടൊക്കെ നന്നായിട്ട് നടന്നോ? ആ എല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു. നല്ല ഐശ്വര്യമുള്ള ക്ഷേത്രം. 7 ദിവസത്തെ വഴിപാട് പൂർത്തിയാവുമ്പോഴേക്കും എന്റെ മോന് നല്ലൊരു പെണ്ണിനെ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായി. അത്രയ്ക്ക് വിശ്വാസമായോ? നല്ല കാര്യം. അപ്പൊ ഞങ്ങൾക്ക് അധികം വൈകാതെ മഹേഷിന്റെ കല്യാണ സദ്യ ഉണ്ണാം. സദ്യയുടെ കാര്യം നമുക്ക് പിന്നെ ആലോചിക്കാം ആന്റി. ആദ്യം എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായോ? എല്ലാം എടുത്തു വെച്ചിരിക്കുക, ചെന്നിരുന്ന് കഴിച്ചാ ഓ മതി. താങ്ക് യു ആന്റി. ഇതൊക്കെ പിന്നെ ചെയ്യാന്നേ. ഒന്ന് വാ സാവിത്രി, നമുക്ക് അകത്തേക്ക് പോവാം. ആ കഴിച്ചു തുടങ്ങിയോ? അല്ല, ചേച്ചി കഴിക്കുന്നില്ലേ? നിങ്ങളൊക്കെ കഴിച്ചോ? ഇല്ല, സച്ചേട്ടൻ കുളിക്കുക. ഗോകുലും എന്തും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് തോന്നുന്ന സമയത്താ. നമുക്കന്ന് സച്ചി കഴിക്കുമ്പം കഴിക്കാം. നീ ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം ചോദിക്കട്ടെ.